BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി 2024 ഒഡീഷയിൽ ആദ്യമായി സമ്പൂർണ്ണ വിജയത്തോടു കൂടി ബിജെപി അധികാരത്തിലെത്തി. 2025 में हमने हरियाणा जीता, महाराष्ट्र जीता और 27 साल के बाद दिल्ली में भारतीय जनता पार्टी की सरकार बनी. 2025 നാം ഹരിയാന വിജയിച്ചു, മഹാരാഷ്ട്ര വിജയിച്ചു. 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ ഭരണത്തിൽ തിരിച്ചെത്തി. और 2025 में भी लगातार 5वीं बार एनडीए की सरकार बिहार में बनी. 2025 തുടർച്ചയായി അഞ്ചാമതും ബീഹാറിൽ എൻഡിഎയുടെ ഭരണം തിരിച്ചു. ये 24 और 25 की हमारी जो विजय यात्रा है, इसको जारी रखने की जिम्मेदारी बंगाल और केरल की है. ഈ 25 വിജയയാത്ര 26 തുടരാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള അവസരം ബംഗാളിലും കേരളത്തിലുമാണ്. देश भर के कार्यकर्ता बंगाल और केरल के कार्यकर्ताओं से आस लगाकर बैठे हैं. ദേശത്തിലെ രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരും ബംഗാളിലെയും കേരളത്തിലെയും പ്രവർത്തകർക്ക് പിന്തുണയുമായിട്ടുണ്ട്. मित्रों, मैं जानता हूं, जब मुझे समाचार मिला कि त्रिवेंद्रम में हम बहुमत प्राप्त करे हैं, देश भर के कई कार्यकर्ता हर्ष के आंसू के साथ रोते हुए मेरे पास समाचार आए हैं. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ സന്തോഷം കണ്ണീര് കൊണ്ട് ആനന്ദാശ്രുവോടുകൂടി സന്തോഷിക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. शायद उन्होंने कभी केरल नहीं देखा है, അവർ ഇന്നവരെ ഒരുപക്ഷെ കേരളത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. मगर वो जानते हैं कि हमारे सैकड़ों कार्यकर्ताओं ने अपनी जान का बलिदान केरल में पार्टी को मजबूत करने के लिए दिया है. പക്ഷേ അവർക്കറിയാം, കേരളത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിജയമുണ്ടായത്. अब आप सोचिए, एक म्युनिसिपल कॉरपोरेशन जीतने से इतना आनंद होता है, तो मुख्यमंत्री जब भाजपा का बनेगा, हमारे कार्यकर्ताओं का मन कैसा है. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വിജയിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ബിജെപിയുടെ മുഖ്യമന്ത്രി ഉണ്ടായാൽ രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന അന്തരീക്ഷം എന്തായിരിക്കും? चुनाव तक हम में से किसी को भी आराम का अधिकार नहीं. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധികാരത്തിൽ തുടരാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നമ്മുടെ പ്രവർത്തകർക്ക് വിശ്രമിക്കാൻ അവസരമില്ല. हर गांव, हर बूथ के अंदर भारत माता की तस्वीर, हमारे नेता नरेंद्र मोदी की तस्वीर और कमल का फूल लेकर जाना है. ഓരോ ബൂത്തിലും ഓരോ ഗ്രാമാന്തരങ്ങളിലും താമരയുമായും നമ്മുടെ മോദിജിയുടെ ചിത്രവുമായും നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലണം. और उनको विश्वास दिलाना है कि पूर्ण विकसित केरल भाजपा कर सकती है, एनडीए कर सकता है. അവർക്ക് നാം വിശ്വാസം ജനിപ്പിക്കണം. ബിജെപിക്ക് മാത്രമേ കേരളത്തിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന്. सुरक्षित केरल भाजपा और एनडीए ही कर सकते हैं. സുരക്ഷിത കേരളം എൻഡിഎക്ക് മാത്രമേ സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. और हमारे आस्था का संरक्षण भी केवल और केवल भाजपा और एनडीए कर सकते हैं. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്ക് മാത്രമേ സാധിക്കൂ. मुझे विश्वास है, हमारे प्रदेश अध्यक्ष राजीव चंद्रशेखर के नेतृत्व में आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की ये म्यूजिकल चेयर को समाप्त कर भारतीय जनता पार्टी की सरकार बनाए. എനിക്കുറപ്പുണ്ട്, നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഈ 2024 എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും കസേരകളി അവസാനിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. मुझे बताइए, आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या? ആ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറുണ്ടോ എന്ന് പറയൂ. जरा जोर से जवाब दीजिए, करेंगे क्या? केरल में सरकार बनाएंगे क्या? കേരളത്തിൽ സർക്കാർ तो ഉണ്ടാക്കില്ലേ? मेरे साथ दोनों हाथ उठाइए, എല്ലാവരും കൈകൾ ഉയർത്തി, രണ്ട് കൈകളും. विजय के संकल्प की मुट्ठी भींच कर बोलिए, भारत माता की जय, भारत माता की जय, वंदे മാതരം, वंदे മാതരം. आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.